ഹായ്, ഞാൻ ജിതിൻ കിഷോർ, തീർത്ഥ ബിൽഡേഴ്സിൻ്റെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ സുധീർ ആൻഡ് ഫാമിലിക്ക് വേണ്ടി തൃശ്ശൂർ പൂങ്കുന്നത്ത് പണി കഴിപ്പിച്ചൊരു വീടാണ്. സ്റ്റാർട്ട് ചെയ്യുന്നൊരു നമ്മുടെ സിറ്റ് ഔട്ടാണ്. കുറച്ചൊന്ന് റിസസ്ഡ് ആയിട്ട് ഡയറക്റ്റ് ഒരു വ്യൂ, ഡോറിലേക്ക് വ്യൂ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു ഇൻഡയറക്റ്റ് എൻട്രിയാണ് ശരിക്കും ഡോറിലേക്ക് വരുന്നത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ക്ലോസർ സൈറ്റ് ആയ കാരണം ഒരു ഡയറക്റ്റ് വ്യൂ മെയിൻ ഡോറിലേക്ക് കിട്ടാത്ത പോലെയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മുടെ എൻട്രി വരുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ ഒരു മീഡിയം സൈസ് ലിവിങ് റൂമാണ് വരുന്നത്. നമുക്കിത് ഈസ്റ്റ് ഫേസിങ് ആയ കാരണം മോർണിംഗിൽ നല്ല ലൈറ്റിംഗ് ആണ്. ഈസ്റ്റിൽ നിന്നുള്ള ആ ഗോൾഡൻ റേസ് നമുക്ക് കറക്റ്റ് മോർണിംഗിൽ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇത് വരുന്നൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് മേലെ അപ്പർ പാർട്ടിൽ നടക്കുന്ന ഒരു മൂവ്മെൻറ്റിനൊക്കെ ഇവിടെ നിന്നൊരു ഓവർവ്യൂ ഉണ്ടാവും എപ്പോഴും. ഇപ്പോൾ ഇത് വരുന്നൊരു ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൽ നമുക്ക് ഓപ്പൺ കിച്ചണും പാഷ്യോയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് കാരണം ഈ ലിവിങ് റൂം വരുന്ന അതേപോലെ തന്നെയാണ് ഡൈനിങ് വരുന്നത്. ഇതും ഡബിൾ ഹൈറ്റ് സ്പേസിൽ അതേ ലിവിങ് റൂമിലുള്ള അതേ പാറ്റേൺസ് ആണ് നമ്മൾ മേലെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ചെറിയ പാഷ്യോയിലേക്കാണ്. ഇതിൽ നമ്മൾ മെറ്റൽ ഫ്രെയിമിൽ ഒരു ഫാബ്രിക്കേഷൻ ഇതിൽ ഫ്രെയിം ചെയ്തിട്ട് ഗ്ലാസ് ടോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റിങ്ങിനും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണിത് ഗ്ലാസ് ടോപ്പ് കൊടുത്തിരിക്കുന്ന കാരണം. ഇപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നതിൻ്റെ ഒരു കുറച്ച് വേസ്റ്റും ഇതൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കൊരു വാഷ് ഏരിയയിലേക്കും ഒരു കോമൺ ടോയ്ലറ്റിലേക്കുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ സൈഡിലേക്ക് നമ്മുടെ ഹുഡും നമ്മുടെ നോർത്ത് സൈഡിലേക്ക് ഒരു സിങ്കുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറഞ്ഞ പോലെ ഇതിലും നമ്മളൊരു ഹുഡ് ആൻഡ് ഹോബിൻ്റെ സ്പേസും വാഷ് ബേസിൻ്റെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം സൗത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതൊരു 348/384 സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിലും നമ്മൾ ക്രോസ് വെന്റിലേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള ലൈറ്റ് മാക്സിമം കിട്ടുന്നതിന് ഈസ്റ്റ് സൈഡിൽ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ സൗത്ത് സൈഡിലേക്ക് ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സ്പേസ് വരുന്നത്. സ്റ്റെയർ കേസ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജ് പോലെ 2 കണക്ഷനാണുള്ളത്. ഒന്ന് ബാൽക്കണിയിലേക്കും പിന്നെ ഒന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള കണക്ഷനാണ്. സ്റ്റെയർ കേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അഗെയിൻ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പോലെ ഒരു ബ്രിഡ്ജ് കണക്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് ഒരു ഓവർവ്യൂ ഉണ്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ അപ്പർ ലിവിങ് സ്പേസിലോട്ടാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒരു എൻട്രിയും നമുക്കൊരു TV സ്പേസും വരുന്നുണ്ട്. പിന്നെ ഒരു L ഷേപ്പ് നമുക്കൊരു സോഫ ഇടാനുള്ള ഒരു സ്പേസും ഉണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നമ്മൾ 2 ബെഡ്റൂമിലേക്കാണ് നമുക്ക് എൻട്രി വരുന്നത്. താഴത്തുള്ള 2 ബെഡ്റൂമിൻ്റെ അതേ മുകളിൽ തന്നെയാണ് 2 ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. സെയിം സൈസാണ്. 348/384 ആണ്. നമ്മുടെ ഈ സൈഡിലേക്കും സൗത്ത് സൈഡിലേക്കും വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ വാസ്തു അനുസരിച്ച് കന്നിമൂല എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൽ വെസ്റ്റ് സൈഡിൽ ഒരു വലിയ ഓപ്പണിങ്ങും ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് സൗത്ത് സൈഡിൽ ഒരു ചെറിയ ഓപ്പണിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ബെഡിൻ്റെ കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാർഡ്രോബ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വിത്ത് മിറർ യൂണിറ്റ് എല്ലാം ആയിട്ടൊരു വാർഡ്രോബ് സ്പേസും ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് നമുക്കൊരു അറ്റാച്ച് ബാത്റൂമിൻ്റെ പ്രൊവിഷനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് ഒരു വ്യൂവും ഉണ്ട്. ഡബിൾ ഹൈറ്റ് ഉള്ള കാരണം നമുക്കൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബാൽക്കണി നമുക്ക് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് വരുന്നത്. ഫ്രണ്ടിലോട്ടും നമ്മുടെ നോർത്ത് സൈഡിലോട്ടും ഒരു വ്യൂ ഉള്ള പോലെയാണ് ബാൽക്കണി.